പണ്ടത്തെ ആൾക്കാരൊക്കെ കഴിക്കുന്ന നാടൻ പലഹാരമായ നമ്മുടെ ഗോതമ്പുണ്ട അഥവാ ഗോതമ്പ് കുഴക്കട്ട നമുക്കിന്ന് റെഡിയാക്കിയാലോ? അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് കുഴക്കട്ടയെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ എൻ്റെ പഴയ കാലത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മിക്ക ദിവസവും കൊണ്ടുപോകുന്നത് ഈ കുഴക്കട്ടയാണ്. ഈ കുഴക്കട്ടയെന്ന് പറയുമ്പോൾ സാധാരണ അതിൽ ഫില്ലിംഗ് ഒന്നും ഉണ്ടാകത്തില്ല ഉള്ളിൽ. അത് വെള്ളത്തിൽ ഉരുള പിടിച്ചിട്ടില്ലേ ആ ഒരു സംഭവം. മിക്ക ദിവസവും ഞാൻ സ്കൂളിൽ അതാ കൊണ്ടുപോകണേ. അപ്പോൾ പിള്ളേരൊക്കെ എൻ്റെ ഫ്രണ്ടൊക്കെ എനിക്കൊരു പേര് ഇട്ട് കുഴക്കട്ടയാണ് കുഴക്കട്ട. എന്ന് നോക്കിയാൽ അവർ നോക്കുമ്പോൾ കുഴക്കട്ട ഇതേ ഉള്ളാന്ന് ചോദിക്കും അവർ. അന്ന് ദാരിദ്ര്യത്തിൻ്റെ ഒരു സമയമല്ലേ, നമുക്ക് ആഹാരമില്ല, അതെങ്കിലും കിട്ടുന്നത് എന്തോ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഇന്നത്തെ പോലെയല്ല, അന്ന് നമ്മുടെ ജീവിത സാഹചര്യമൊക്കെ വളരെ മോശമായിരുന്നു. ആ സിറ്റുവേഷൻ അതൊക്കെ വല്ലപ്പോഴൊക്കെ ഇരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ഈ ഗോതമ്പ് കുഴക്കട്ടെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കിന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് കുഴക്കട്ടയാണ്. നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും ഇത്. ഇനി ഞാൻ സ്പെഷ്യലായിട്ട് ഇനി പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഞാനൊരു 2 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ച് നെയ്യൂടെ ചേർത്തിട്ടാണ് ചെറുതായിട്ട് കുഴച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. പിന്നെ അതിന് വേണ്ട ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗീ ഒഴിക്കുക, അതുപോലെ പഴം ചേർക്കുക, ചെറുതായിട്ട് അരിഞ്ഞ പഴം ചേർത്തിട്ട് കശുവണ്ടി, കറുത്ത മുന്തിരി, അതുപോലെ തന്നെ തേങ്ങ, ജീരകം, ഏലക്ക, അതുപോലെ നമ്മുടെ ഇത്തിരി ശർക്കര മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഉരുക്കിയ ശർക്കര. എന്നിട്ട് നല്ലപോലെ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒരു നല്ല മണമാണ് ഇതിന്, ഈ ഫില്ലിങ്ങിന്. പണ്ടുള്ള ആൾക്കാരൊക്കെ കഴിച്ചിരുന്നത് ഗോതമ്പുണ്ട, കുഴക്കട്ട, അതുപോലെ ഉണ്ണിയപ്പം. അതൊക്കെ പണ്ടൊക്കെ ഈ ഉണ്ണിയപ്പമൊക്കെ പണ്ടേ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു അവരുടെ സ്നാക്ക്. അതുകൊണ്ടല്ലേ അവരൊക്കെ ഇപ്പോഴും നല്ല നാച്ചുറലായിട്ട് ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫാസ്റ്റ് ഫുഡ് ലോകമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ നാടൻ ഫുഡൊക്കെ പലരും മറന്നുപോയ പോലെയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ മാവ് നല്ലപോലെ പാകമായി സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ഉരുള എടുക്കുക. കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് നല്ലപോലെ നമുക്ക് ആ ഫില്ലിങ് ഉള്ളിൽ നിറച്ച് ഉരുളയാക്കി എടുക്കുക. ഇതുപോലെ തന്നെ ഓരോ ഉരുളയും റെഡിയാക്കി എടുക്കാം നമുക്ക്. ഇത് വളരെ സിമ്പിളല്ലേ, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു നാടൻ പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ലല്ലോ ഇതിൽ കുറച്ച് ഐറ്റംസ് അല്ലേ ചേരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോ ഉരുളയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സ്റ്റീമറിലോട്ടാക്കാം. ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കുഴക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ടാവും. നല്ലപോലെ ആവിയൊക്കെ വന്ന് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നെയ്യുടെയും ജീരകത്തിൻ്റെയും ഏലക്കയുടെയൊക്കെ ഒരു പ്രത്യേക മണമാണ് ഈ കുഴക്കട്ടയ്ക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് സപ്പോർട്ടും സ്നേഹവും എല്ലാം തരിക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബൈ.